നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ലവ് സംബീഷൻ എന്ന ചൈനീസ് ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിന്റെ ഫോണിലോട്ട് അവളുടെ ചേച്ചി, അതായത് സിസ്റ്റർ, മെസ്സേജ് അയച്ചിട്ടുണ്ട്. നീ എനിക്ക് തന്ന പൈസ എനിക്ക് വേണ്ട, അതുമല്ല ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറി, ഞാൻ വേറൊരു സ്ഥലത്ത് വീടെടുത്തു, നീ ഇനി എന്നെ പറ്റി അന്വേഷിക്കേണ്ട, എന്നെ പറ്റി പേടിക്കുകയും വേണ്ട, അതുമല്ല നീ എനിക്ക് തന്ന പൈസ തിരിച്ചുതരാന്ന് അതിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നാൽ ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അത് നോക്കുന്നുണ്ട്, റിപ്ലൈ അയക്കുന്നില്ല. ഫോൺ മാറ്റി വെച്ച് ഹീറോന്റെ അടുത്ത് ചെല്ലും. ഹീറോ അവന്റെ ചെടി പരിപാലിക്കുകയാണ്. ഹീറോ അവളോട് ചോദിക്കും, നിനക്ക് ഇങ്ങനെ ഒരു കസിൻ ഉണ്ടെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ, അതെന്താന്ന്. ഹീറോയിൻ പറയും, അതെന്റെ അകന്നൊരു കസിൻ ആണ്, അതുകൊണ്ടാ പറയാൻ ഞാൻ. പിറ്റേന്നാവുമ്പോൾ നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ അയച്ച മെസ്സേജിന് റിപ്ലൈ കിട്ടിയോന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ല. ഹീറോയിൻ ആണെങ്കിൽ യാതൊരു റിപ്ലൈയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷമമുണ്ട്. സിസ്റ്റർ അല്ലേ, സിസ്റ്റർ ഫോണും മാറ്റി വെച്ചിട്ട് കാത്തിരിക്കും, ഇപ്പൊ അയക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ഫോണില്ലാത്തോട്ട് നോട്ടിഫിക്കേഷൻ വരും. ഹീറോയിൻ ആയിരിക്കും അയച്ചതെന്ന് വിചാരിച്ച് എടുത്ത് നോക്കുമ്പോൾ അത് ഹീറോയിൻ അല്ല, അവളുടെ പഴയ കാമുകനാണ്. എന്റെ തെറ്റുണ്ട്, നമുക്കൊന്നും കൂടെ ഒന്നിച്ചാലോന്ന്. എന്നാൽ ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ച് മെസ്സേജ് അയക്കും. കട്ട് ചെയ്താൽ സിസ്റ്ററിന്റെ കാമുകൻ പയ്യനില്ലേ, അവനാണെങ്കിൽ സിസ്റ്ററിന്റെ അച്ഛനെയും അമ്മയും കാണാൻ വന്നിട്ടുണ്ട്. അവരെ കാണാൻ വന്നതല്ല, സിസ്റ്ററിനെ തപ്പി വന്നതാണ്. എന്നാൽ അവിടെ വന്നപ്പോൾ അച്ഛനെയും അമ്മയാണ് കാണുന്നത്. അച്ഛനും അമ്മയും ഭയങ്കര സ്നേഹത്തിലാണ് അവനോട് സംസാരിക്കുന്നത്. കാരണം അച്ഛനും അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അവര് ബ്രേക്കപ്പ് ആയ കാര്യം. വാ മോനെ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അവര് വിളിക്കും. എന്നാൽ അവൻ ചോദിക്കും, സിസ്റ്റർ ഒന്നും പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ രണ്ടൊരു ബ്രേക്കപ്പ് ആയ കാര്യം. പക്ഷെ അവൻ ബ്രേക്കപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, അവള് ബ്രേക്കപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങി പോയതല്ലേ. അങ്ങനെ ഈ വിവരം അറിഞ്ഞ അച്ഛനും അമ്മയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് വീട്ടിൽ കയറി വരും. സിസ്റ്ററിനെ വിളിച്ചു നോക്കും. എന്നാൽ സിസ്റ്റർ ഫോൺ എടുക്കുന്നില്ല, ഔട്ട് ഓഫ് കവറേജ് ആണ്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ വിളിക്കും, ഇളയ മോളെ. എന്നാൽ ഹീറോയിന് ഫോൺ എടുക്കുന്നില്ല. സിസ്റ്റർ എവിടെ പോയെന്ന് ഇവർക്ക് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ സിസ്റ്ററിനെ കാണാനായിട്ട് സിറ്റിയിൽ ചെല്ലാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ആകെ അറിയാവുന്നത് ഹീറോയിന്റെ സ്ഥലം മാത്രമാണ്, ഹീറോയിൻ താമസിക്കുന്ന സ്ഥലം. അത് മുത്തശ്ശിയെ വിളിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ആ വലിയ സിറ്റിയിൽ എന്തെന്ന് പറഞ്ഞു പോകാനാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയെ വിളിച്ച് സംഘടിപ്പിക്കും. ഹീറോയിൻ താമസിക്കുന്ന അഡ്രസ് ഇല്ലേ, അത് തന്നെ. ഈ നേരം ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ. അവള് വാടകയ്ക്ക് ഒരു അച്ഛനെയും അമ്മയും എടുത്തില്ലായിരുന്നോ. അവർക്കാണെങ്കിൽ കല്യാണത്തിനായിട്ടുള്ള ഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കണക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം ഇടാനെന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ കല്യാണം വരാൻ പോവുകയാണ്. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ സിസ്റ്ററിനെ അന്വേഷിച്ച് ഹീറോയിന്റെ ഫ്ലാറ്റിന്റെ താഴെ വരും. എന്നാൽ ഏത് ഫ്ലാറ്റ് ആണെന്ന് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. കുറെ അധികം ഫ്ലാറ്റുകളുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹീറോയിനെ കാണാതെ. ഹീറോയിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവള് സഹായിച്ച സിസ്റ്ററിനെ കൂടെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. ഈ സമയമായിരിക്കും ഹീറോയിനും ഹീറോയിന്റെ അമ്മയും ഹീറോയിന്റെ അച്ഛനും അവരുടെ കുറച്ച് കുടുംബക്കാരൂടെ നടന്നു പോകുന്നത്. എന്തോ കല്യാണ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് നടന്നു പോകുന്നത്. ഹീറോയിൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവളുടെ ഒറിജിനൽ അച്ഛനെയും അമ്മയും. ഒറിജിനൽ അച്ഛനും അമ്മയും ഹീറോയിനെയും കാണുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി ഇതിപ്പോ തീരുമാനമാവുമെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ തിരിഞ്ഞു നിൽക്കും. അച്ഛനും അമ്മയും ഇത് കണ്ടിട്ട് അടുത്തോട്ട് വരുവാണ്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ഒറിജിനൽ അച്ഛനും അമ്മയും വന്നിട്ട് ഹീറോയിനെ വിളിക്കും. പക്ഷെ ഹീറോയിന്റെ പഴയ പേരാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും എന്ന് അമ്മായിയമ്മ പറയും. എന്നാൽ ആള് മാറിയതല്ല, പഴയ പേര് തന്നെ വിളിക്കും. ഇവള് പുതിയ പേരിലല്ലേ ഇവരുടെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെട്ടത്. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഹീറോയിൻ കള്ളിയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അമ്മായിയമ്മ അവളോട് ദേഷ്യപ്പെടും. ഹീറോയിൻ പറയും, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താ സംഭവം. എന്നാൽ അവരൊന്നും അതൊന്നും കേൾക്കുന്നില്ല. അമ്മായിയമ്മ അവിടെ നിന്ന് പിണങ്ങിപ്പോകും. അതുപോലെ തന്നെ ഹീറോ ബ്രേക്കപ്പ് പ്രഖ്യാപിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. ഇനി ഹീറോയിനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകും. ഹീറോയിൻ ആണെങ്കിൽ ഇതെല്ലാം കൂടെ ആയപ്പോൾ തല ഇറക്കം അനുഭവപ്പെട്ടിട്ട് അവള് വീഴുമെന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. പെട്ടെന്നാണ് അവൾ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. ഇത്രയും നേരം കണ്ടത് അവളൊരു സ്വപ്നം മാത്രമായിരുന്നു, പകൽ സ്വപ്നം. എന്നാൽ അച്ഛനും അമ്മയും അടുത്തോട്ട് വന്നിട്ടില്ല, അവര് ദൂരെ നിൽക്കുകയാണ്. അവരെ കണ്ടപ്പോൾ അവള് മനസ്സിലൊന്ന് ആലോചിച്ചാണ്. ഹീറോയിന് മനസ്സിലായി ഇത് കണക്ക് മുമ്പോട്ട് പോവാണെങ്കിൽ പണി കിട്ടുമെന്ന്. ആ സമയമായിരിക്കും ഹീറോ വിളിച്ചു പറയുന്നത്, അവന്റെ ഏതൊരു അങ്കിൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്, അയാളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർ അവരുടെ കാര്യം അങ്ങ് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഇപ്പൊ വിളിച്ചോണ്ട് വരാനായിട്ട് പോകണം. അപ്പൊ ഇവര് തിരക്കിലായല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ കൂട്ടരും കൂടെ എയർപോർട്ടിൽ പോകാനായിട്ട് കാർ എടുത്ത് അവിടെ നിന്ന് പോകും. അപ്പോഴായിരിക്കും ഹീറോയിന്റെ ഒറിജിനൽ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നത്. ഹീറോയിന്റെ വാടകയ്ക്ക് എടുത്ത അച്ഛനും അമ്മയും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒറിജിനൽ അച്ഛനും അമ്മയും വന്നിട്ട് ഹീറോയിന്റെ അടുത്ത് മിണ്ടും. എന്നിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അവർ കള്ളം പറയും. അവർ വിവാഹം നടത്താൻ വന്ന ബ്രോക്കറാണെന്ന് കള്ളം പറയും. എന്നാൽ അച്ഛനും അമ്മയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സ്വന്തം മോള് അവരോട് പറയാതെ കല്യാണം നടത്താൻ പോവല്ലേ. ഈ വാടകയ്ക്ക് എടുത്ത അച്ഛനും അമ്മയും കല്യാണ ബ്രോക്കേഴ്സ് ആണെന്നും പറഞ്ഞ് നന്ദിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. ഈ അച്ഛനും അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുമല്ല ഇപ്പൊ പോയത് ഹീറോ ഇല്ലേ, ഹീറോ വലിയ പൈസ ഉള്ള വീട്ടിലെയാണെന്ന് അവർക്കറിയാം ഈ അച്ഛനും അമ്മയ്ക്കും. കാരണം അവർക്ക് വലിയ കമ്പനികളുണ്ട്, അവർ ഫേമസ് ആണ്. അതുമല്ല ഹീറോയിൻ കള്ളത്തരത്തിൽ നിന്ന് പിടിക്കപ്പെടാതെ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ, അവർ പോവാൻ വൈകിരുന്നെങ്കിൽ ഹീറോയിൻ പിടിക്കപ്പെട്ടേനെ. ഇപ്പൊ ഹീറോയിനോട് അച്ഛനും അമ്മയും ദേഷ്യപ്പെടും, ഞങ്ങളോട് ചോദിക്കാതെ എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന്. ഹീറോയിൻ പറയും, നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങൾ എന്റെ അച്ഛനും അമ്മയാണെന്ന്. ഞാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്തതല്ലേ, ഞാൻ എന്റെ പേര് വരെ മാറ്റി, എന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ടെന്ന്. ഇത് കേൾക്കുന്ന അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യവും. പ്രത്യേകിച്ച് അച്ഛനാണ് ഒരുപാട് ദേഷ്യമാവുന്നത്. ഇനി നീ ഇപ്പൊ കല്യാണത്തിന് വിളിച്ചാലും ഞങ്ങളാരും കല്യാണത്തിന് വരത്തില്ല, നീ ഒരു നല്ല മോളല്ല എന്നൊക്കെ പറയുമ്പോൾ ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. അതുമല്ല ഹീറോയിൻ പറയുന്നുണ്ട് സിസ്റ്ററിന്റെ അഡ്രസ്സ് ഞാൻ സെൻഡ് ചെയ്തേക്കാന്ന് വാട്സപ്പ് വഴിയെ. ഹീറോയിൻ എന്തായാലും അച്ഛനെ അമ്മയും മൈൻഡ് ചെയ്യാതെ
പറയാതെ അവിടെ നിന്ന് പോകും. കാരണം ഹീറോയിനോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് പണ്ട്, നിങ്ങൾ കണ്ടേയില്ലേ. അതുപോലെ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. അച്ഛനെയും അമ്മയും വിളിക്കാതെ എത്ര ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയില്ലേ എനിക്കറിയില്ല. പിന്നീട് ഹീറോയിൻ അയച്ചു കൊടുത്ത അഡ്രസ്സ് നോക്കിയിട്ട് സിസ്റ്ററിനെ കണ്ടുപിടിക്കും. സിസ്റ്റർ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് അവളുടെ റൂമിൽ വരും. അവരൊരു ഷെയർഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഒരു 3 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ഹാളും ആണ് ഉള്ളത്. അതിൽ ഒരു ബെഡ്റൂം ഈ പെൺകുട്ടിക്കും, വേറെ 2 ബെഡ്റൂം വേറെ കുറെ ആൾക്കാർക്കും. ഇവർ ഡോറൊക്കെ തുറന്ന് അകത്ത് കയറുമ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകും. എന്നാലും മാതാപിതാക്കൾക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവത്തില്ല. അവരാദ്യമായിട്ടല്ലേ കാണുന്ന ലൈവ് സ്ട്രീം ഒക്കെ. എന്തായാലും ഇതാണ് എന്റെ റൂം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവരുടെ റൂമിൽ വിളിച്ചുകൊണ്ട് വരും. ഈ പേരൻസിന് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഈ പെൺകുട്ടിക്ക് നല്ലൊരു ഡിഗ്രി ഇല്ല, അതുമല്ല വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഈ വലിയ സിറ്റിയിൽ ഇത് പെട്ടുപോകും അല്ലെങ്കിൽ പാടുപെട്ടു പോകും എന്ന് അവർക്കൊരു പേടിയുണ്ട്. പിന്നെ സിസ്റ്റർ ഡിഗ്രി എടുത്തിട്ടില്ല കേട്ടോ, എന്താണെന്ന് അറിയാൻ പാടില്ല. ഇനിയിപ്പോ ഹീറോയിനെ അവർ പഠിക്കാൻ വിട്ടോ എന്ന് അറിയാൻ പാടില്ല. ഇതെല്ലാം നമുക്ക് മുൻപോട്ട് മുമ്പ് മനസ്സിലാക്കാം. ഇനിയിപ്പോ ഹീറോയിനെ എവരാണ് പഠിപ്പിച്ചതെങ്കിൽ ഹീറോയിൻ ചെയ്യുന്നത് വളരെയധികം തെറ്റാണ്. അവൾ സ്വന്തമായിട്ട് കയറി വന്നതാണെങ്കിൽ അതിലെവിടേക്കും ഒരു ശരിയുണ്ട്. കാരണം അവളോട് അങ്ങനെയാണ് പെരുമാറിയത്. അതല്ല ഈ പെൺകുട്ടി ഹീറോയിന്റെ കാര്യം പറയും. നിങ്ങൾക്ക് അറിയാമോ ഹീറോയിൻ ഒരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം? എന്നാലും അച്ഛന്റെ അമ്മയുടെ മുഖം മാറും ഇത് കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് അച്ഛന് നല്ല ദേഷ്യം വരും. അച്ഛൻ പിണങ്ങി മാറിയിരിക്കും. സിസ്റ്ററിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പം ഈ പ്രശ്നം മാറ്റണ്ടേ ഹീറോയിനുമായിട്ടുള്ള. അവൾ അങ്ങനെ തീരുമാനിക്കും. അതുമല്ല കുറച്ച് കഴിയുമ്പോൾ ആ റൂമിൽ നിന്ന് വേറൊരു പെൺകുട്ടിയുടെ ഇറങ്ങിപ്പോകും. അതെന്തോ ഡെലിവറി ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. ആരെയൊക്കെ ഫോണിൽ ചീത്ത വിളിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. നല്ല സ്ട്രെസ് കാണും അങ്ങനത്തെ പണിയിൽ എടുക്കുന്നത്. എന്തായാലും അച്ഛനെ അമ്മയെ സമാധാനിപ്പിക്കും. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, എല്ലാം ശരിയാക്കിക്കോളാം, ഞാൻ ഇവിടെ തന്നെ നിന്ന് രക്ഷപ്പെട്ടോളാം. പിന്നീട് സിസ്റ്റർ ആണെങ്കിൽ ഹീറോയിന്റെ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് വരും. അവിടെ വന്ന് കോണിംഗ് ബെല്ല് അടിക്കുമ്പോൾ അങ്ങോട്ട് വാടകയ്ക്ക് എടുത്ത് അച്ഛനും അമ്മയും വരും. എന്താ മോളെ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഹീറോയിനെ തപ്പിട്ടാണോ? ഞങ്ങൾ ഹീറോയിന്റെ അച്ഛനും അമ്മയാണ്, അബ്രോഡിൽ നിന്ന് വന്നയാണെന്ന് പറയും. ഇത് കേൾക്കുന്ന സിസ്റ്റർ ആണെങ്കിൽ ആകെ കിളി പറയും നിൽക്കും. നിങ്ങൾ അച്ഛനും അമ്മയോ? അബ്രോഡിൽ നിന്ന് വന്നയോ? ഏത് അബ്രോഡ്? അപ്പോഴായിരിക്കും അങ്ങോട്ട് ഹീറോയിൻ കയറി വരുന്നത്. അങ്ങനെ ഹീറോയിൻ സിസ്റ്ററിനെ വിളിച്ചുകൊണ്ട് വന്ന് സംസാരിക്കും. സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറയും. സിസ്റ്ററിന് മനസ്സിലാവും ഹീറോയിൻ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് ഈ കല്യാണം നടത്താൻ പോണേന്ന്. സിസ്റ്റർ സംശയപ്പെട്ട് ചോദിക്കും, നീ ഇപ്പൊ ഇനി അവന്റെ പണത്തിന് വേണ്ടിയാണോ അതോ അവനോടുള്ള സ്നേഹം കാരണമാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഹീറോയിൻ പറയും രണ്ടും കൊണ്ടാണെന്ന്. അവൾക്ക് കരിയറും ഉയർത്തണം, അതുപോലെ തന്നെ സ്നേഹവും വേണം. പക്ഷെ ഇത് ചെയ്യുന്നത് തെറ്റല്ലേ? പാർട്ട്ണറിനോട് കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ കല്യാണം നടത്തുന്നത്. ഇത് അറിയുകയാണെങ്കിൽ പിന്നെ അവളെ വിശ്വസിക്കുമോ? സിസ്റ്റർ ചോദിക്കും ഈ ചെയ്യുന്നത് ശരിയാണോന്ന്. എന്നാൽ ഹീറോയിൻ പറയും നിനക്കറിയത്തില്ല ഞാൻ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന്. അവൻ വന്നതിന് ശേഷമാണ് ഞാൻ സന്തോഷം എന്താന്ന് അനുഭവിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നിനക്കിത് പൊളിക്കണമെങ്കിൽ പൊളിക്കാം. അവനോട് വിളിച്ച് സത്യങ്ങൾ പറയാം. ഇന്നാ നീ വിളിച്ച് പറയുന്നു പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നീട്ടും അവനെ വിളിച്ച് പറയാനായിട്ട്. എന്നാൽ സിസ്റ്ററിന് അതിനോടൊന്നും താല്പര്യമില്ല. ഞാൻ ഇനി നിന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല, ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. രാത്രിയാകുമ്പോൾ ഹീറോയിൻ എന്തൊക്കെ ആലോചിച്ച് ഹീറോ കൊടുത്തൊരു സിറപ്പില്ലേ അത് കുടിക്കുകയാണ്. അത് മധുരമാണ് കേട്ടോ. കുടിക്കാന്ന് വെച്ചാൽ സ്പൂണിൽ കോരി തിന്നാണ്. എനിക്കത് കണ്ടപ്പോൾ പൈനാപ്പിൾ ആണ് ഓർമ്മ വന്നത്. പൈനാപ്പിളും തേനും. എന്തായാലും അവൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ അവളുടെ ഫോണിലോട്ട് ഹീറോ വിളിക്കും. ഹീറോ വിളിച്ചത് ഇപ്പൊ എന്തിനാന്നല്ലേ, ഹീറോയിന്റെ ഗസ്റ്റ് ലിസ്റ്റ് കുറവാണ്. കല്യാണത്തിന് അവളുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഗസ്റ്റ് ആയിട്ട് അവളുടെ ഭാഗത്ത് നിന്ന്. എന്നാൽ ഹീറോന്റെ ഭാഗത്ത് നിന്ന് കുറെ ആൾക്കാരുണ്ട്. അതെന്താണ് നീ നിന്റെ റിലേറ്റീവിനെ ഒന്നും വിളിക്കാത്തത് എന്താണെന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും എന്റെ പേരൻസ് എല്ലാം അബ്രോഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ റിലേറ്റീവുമായിട്ട് നല്ല കണക്ഷൻ ഒന്നുമില്ല. ഇപ്പൊ അവരെ വിളിച്ച് അവരെന്താ വിചാരിക്കുക? പൈസയ്ക്കും ഗിഫ്റ്റിനും വേണ്ടി അവരെ വിളിക്കുന്നല്ലേ, അതുകൊണ്ടാ വിളിക്കാത്തതെന്ന്. അതല്ല ഹീറോയിൻ ഈ ഇടയ്ക്ക് തന്നെ മുത്തശ്ശിനെ കാണാൻ പോകുന്നുണ്ട്. ഹീറോ കൂടെ വരട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ വേണ്ടെന്ന് പറയും. കാരണം ഹീറോയിനും മുത്തശ്ശിക്കും വേറെ പ്ലാനുകളുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണ ശേഷം നമുക്ക് മുത്തശ്ശിയെ പോയി കാണാമെന്ന് ഹീറോയിനോട് പറയും. കട്ട് ചെയ്താൽ ഹീറോയിൻ ബസ്സൊക്കെ കയറി പോവാണ്. എങ്ങോട്ട്? മുത്തശ്ശിനെ കാണാനായിട്ട്. അങ്ങനെ ഹീറോയിൻ ബസ് കയറി അവളുടെ ഗ്രാമത്തിൽ ഇറങ്ങും. അതുമല്ല അവിടെ വേറൊരാളുണ്ട്. ഹീറോയിൻ അറിയാവുന്ന ഒരു അയൽക്കാരനാണ്. അയാളാണ് ഹീറോയിന് ലിഫ്റ്റ് കൊടുക്കുന്നത്. ഹീറോയിനോട് ഓരോ നാട്ടുവിശേഷങ്ങളൊക്കെ അന്വേഷിക്കും. അതായത് സിറ്റിയിലെ വിശേഷങ്ങളും പിന്നെ ഈ നാട്ടിലെ വിശേഷം അയാൾ ഹീറോയിനോട് പറയും. ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ പോവാണ്. അവസാനം ഹീറോയിനെ വീട്ടിൽ കൊണ്ടാക്കും. ഹീറോയിൻ ഡോറൊക്കെ തുറന്നകത്ത് കയറുമ്പോൾ അവിടെ മുത്തശ്ശി നിന്നിട്ട് മറ്റേ സിറപ്പ് ഉണ്ടാക്കില്ലേ അതിന്റെ എന്തോ കായ് പിച്ചാണ്. ഇത് കാണുന്ന ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചു പോകും. കാരണം മുത്തശ്ശി സ്റ്റൂളിന്റെ മണ്ടയിൽ നിൽക്കാണ്. വീണ എന്ത് പറ്റും? അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഓടിപ്പോയി മുത്തശ്ശിനെ പിടിച്ച് താഴെ ഇറങ്ങും പതിയെ പതിയെ. ഹീറോയിൻ എന്നിട്ട് മുത്തശ്ശിനെ വഴക്കറിയും. ഈ വയസ്സാം കാലത്ത് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? താഴെ കാണാൻ നിന്നാ പോരെന്ന്. എന്നാൽ മുത്തശ്ശി ഇതെപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. മുത്തശ്ശി കുറച്ചേറെ റെസ്റ്റ് എടുത്തോ, ഞാൻ എല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ കായ് പിച്ചാൻ തുടങ്ങും. ഹീറോയിന്റെ ഈ കായ് പിച്ചുന്ന സ്കില്ല് കണ്ടിട്ട് മുത്തശ്ശി അത്ഭുതപ്പെട്ടു. കാരണം ഹീറോയിൻ അടിപൊളിയായിട്ട് പിച്ചുന്നുണ്ട്. പിന്നീട് രാത്രിയാകുമ്പോൾ ഹീറോയിനും മുത്തശ്ശിയും കൂടെ ഇരുന്ന് സംസാരിക്കും. കഴിക്കാനായിട്ട് എന്തൊക്കെ ഫ്രൂട്ട്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഹീറോയിൻ മുത്തശ്ശിയോട് കാര്യം പറയും. ഹീറോയിൻ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയോട് ഒരു പയ്യന്റെ കാര്യം പറയുമായിരുന്നു. ഏത് പയ്യൻ? നമ്മുടെ ഹീറോന്റെ കാര്യം. അവൻ നല്ലൊരു പയ്യനാണ്, അവളെ നല്ല രീതിയിൽ നോക്കിക്കൊള്ളുമെന്ന്. അവനും ഹീറോയിനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചെന്ന് മുത്തശ്ശിയോട് പറയും. മുത്തശ്ശിക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷവും. എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം ഹീറോയിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട്. മുത്തശ്ശി കാര്യം തിരക്കുമ്പോൾ ഹീറോയിൻ പറയും അച്ഛനും അമ്മയും കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞു വിളിച്ചു. അതുമല്ല അച്ഛന് ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ അച്ഛൻ ഇത് അറിയുകയാണെങ്കിൽ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഇത് കേൾക്കുന്ന മുത്തശ്ശി അവളെ
സമാധാനിപ്പിക്കും. പേടിക്കണ്ട, ഞാൻ നിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വിടത്തില്ല, അവരോട് ഞാൻ പറഞ്ഞോളാം, പോയി പ്രശ്നം ഉണ്ടാക്കേണ്ടത്, മോള് പേടിക്കേണ്ടത്. അതുമല്ല മുത്തശ്ശിയോട് ചോദിക്കും മുത്തശ്ശിക്ക് ആ സിറ്റിയിലോട്ട് വണ്ടി കയറി വരാൻ പറ്റുമെന്ന് ഈ വയസ്സായ പ്രായത്തില്. ഇനിയിപ്പോ ഹീറോയിൻ മുത്തശ്ശിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ചോദിച്ചതാണോ എന്ന് അറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയില്ല. കാരണം മുത്തശ്ശീനെ ഹീറോയിൻ ഒരുപാട് ഇഷ്ടമാണ്. ചിലപ്പം യാത്രയൊക്കെ ചെയ്താൽ മുത്തശ്ശി ഒരുപാട് വീക്കല്ലേ, എന്തെങ്കിലും പറ്റിയാലോ, ആ പേടി ഹീറോയിന് മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയും ഞാൻ വരുന്നില്ല, മോളുടെ കല്യാണത്തിന് ശേഷം ഇവിടെ വന്നാൽ മതി, പോയിട്ട് വരുമ്പോൾ എനിക്ക് വലിയൊരു കല്യാണ ഫോട്ടോ കൊണ്ടുവരണേ, മോളുടെ പയ്യനെ എനിക്ക് കാണാനായിട്ടാണെന്ന്. അതുമല്ല ഹീറോയിൻ ഇങ്ങോട്ട് വരണേന് മുമ്പ് ഹീറോയിന്റെ അച്ഛനും അമ്മയും ഹീറോയിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് കല്യാണത്തിന് കൂടാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനി ഹീറോയിൻ കല്യാണത്തിന് വിളിക്കുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും അതിന് അവള് മെസ്സേജ് ഒന്നും കൊടുത്തിട്ടില്ല, മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. മുത്തശ്ശിയോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഹീറോയിൻ അടുക്കളയിൽ ചെന്നിട്ട് ഫ്രിഡ്ജ് തുറക്കും. ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അവളുടെ കണ്ണ് നനയിക്കുന്ന കാര്യമാണ് അവൾ കാണുന്നത്. എന്താന്നല്ലേ, ഹീറോയിൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിറപ്പില്ലേ, അത് ജാറുകളിൽ ഉണ്ടാക്കി ആ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. കുറെ അധികം ഉണ്ട്. ഹീറോയിൻ കുറെ നാളായി ഇങ്ങോട്ട് വന്നിട്ട് ഇതെല്ലാം ഹീറോയിന് കൊടുക്കാനാണ് മുത്തശ്ശി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്നാൽ ഹീറോയിൻ കുറെ നാളായല്ലോ ഇങ്ങോട്ട് വന്നിട്ട്. ഇതൊക്കെ ആലോചിച്ച് ഹീറോയിൻ ഒരുപാട് വിഷമിച്ച് അവിടെ നിന്ന് കരയും. മുത്തശ്ശി പുറത്ത് എന്തോ ജോലി ചെയ്യുമായിരുന്നു. മുത്തശ്ശി അകത്തോട്ട് കയറി വരുമ്പോൾ എന്താ കാണുന്നത്, ഹീറോയിൻ കരയുന്നതാണ്. മുത്തശ്ശി ഓടി വന്നിട്ട് എന്താ പറ്റിയ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. ഈ മുത്തശ്ശി ഹീറോയിൻ ഈ സിറപ്പ് കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഹീറോയിൻ കഴിഞ്ഞ കാലത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഹീറോയിന്റെ ജീവിതം വളരെയധികം ദുരിതമായിരുന്നു. അത് ഈ മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ മറക്കാനായിട്ട് അവളുടെ ജീവിതം ഇനിയും മധുരം ആവാൻ വേണ്ടിയിട്ടാണ് ഈ മധുരമുള്ള സിറപ്പ് അവൾക്ക് കൊടുക്കുന്നത്. പിറ്റേ ദിവസം തന്നെ ഹീറോയിൻ ബസ് കയറി തിരിച്ചു പോകും. അവൾക്ക് സമയമില്ല, കല്യാണം കഴിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബസ്സിൽ പോകുന്ന സമയത്ത് അവളുടെ മനസ്സിലോട്ട് പഴയ കാലത്ത് ഓർമ്മകളൊക്കെ വരും. നമുക്ക് ആ ഓർമ്മകളിലോട്ട് പോയാലോ? ഹീറോയിൻ ആണെങ്കിൽ കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിച്ചു. അതുമല്ല തിരിച്ചു വന്നപ്പോൾ മുത്തശ്ശി നല്ല കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൾക്ക് കഴിക്കാനായിട്ട്. ഇത് കണ്ടപ്പോൾ എനിക്കും കൊതിയായി കേക്ക് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് എനിക്ക് റെഡ് വെൽവെറ്റ് കഴിക്കാനാണ് തോന്നിയത്. എനിക്കറിയില്ല, പക്ഷെ എന്തോ ക്രേവിങ്സ് പോലെ. പിന്നെ ഞാനിത് കണ്ടതാണെങ്കിൽ 10 മണിക്ക് ശേഷം. ഞാൻ പിന്നെ എവിടെ പോകാനാ ഈ റെഡ് വെൽവെറ്റ് കിട്ടാനായിട്ട്? എന്തായാലും ഹീറോയിൻ കൊതിയോടെ തന്നെ ആ കേക്ക് കഴിക്കും. ആ സമയം മുത്തശ്ശി ഹീറോയിനോട് പറയും മോള് നന്നായിട്ട് പഠിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും, ഒരിക്കലും പഠിക്കാതിരിക്കല്. നമ്മളെപ്പോലുള്ള ആൾക്കാർ രക്ഷപ്പെടണമെങ്കിൽ പഠിക്കുക തന്നെ ചെയ്യണം, പഠിച്ചാലേ ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഹീറോയിൻ നല്ല രീതിയിൽ പഠിച്ചു വലുതായി. ഒരു ദിവസം അവള് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എന്തോ ഒരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ത് സർട്ടിഫിക്കറ്റ് ആണെന്നല്ലേ, നല്ല മാർക്ക് വാങ്ങിച്ചതിന്റെ സർട്ടിഫിക്കറ്റ്. അത് മുത്തശ്ശീനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷവും. അങ്ങനെ അത് കണക്കത് കുറെ അധികം സർട്ടിഫിക്കറ്റ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കുറെ കാലം കൂടെ കഴിയുമ്പോൾ ഹീറോയിന് പോവാനുള്ള സമയമായി. അതായത് ഹോസ്റ്റലിലല്ല, അവൾ ഈ നാട് വിട്ട് അവിടുത്തെ കോളേജിൽ പോയി പഠിക്കാനുള്ള സമയമായി. നമുക്കൊക്കെ ആണെങ്കിൽ ചുറ്റുപാടും കോളേജല്ലേ. അങ്ങനെ ഹീറോയിൻ തുണി പാക്ക് ചെയ്യുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശിയുടെ ഒരു കാർഡ് എടുത്തോണ്ട് വരും. ഡെബിറ്റ് കാർഡ് ഇല്ലേ, പൈസ എടുക്കുന്ന ATM ഇടുന്ന ആ കാർഡ് എടുത്തോണ്ട് വരും. അത് ഹീറോയിന് കൊടുക്കും. ഇതുവരെയുള്ള മുത്തശ്ശിയുടെ എല്ലാ സേവിങ്സും ഉണ്ട്. ഹീറോയിൻ വലിയ സിറ്റിയിലോട്ട് പോയില്ലേ, അതുകൊണ്ട് തന്നെ ഹീറോയിന് പൈസയുടെ ഒരുപാട് ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശി കൊടുക്കുന്നത്. എന്നാലും മുത്തശ്ശി ഇങ്ങനെ കൊണ്ടു കൊടുത്താൽ ആർക്കാരെന്നാലും വാങ്ങാൻ പറ്റുമോ? ഇല്ല. ഈ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ ഹീറോയിന് താങ്ങാൻ പറ്റുന്നില്ല വിഷമം. അവൾ അവിടെ നിന്ന് തന്നെ കരയും. അവൾക്ക് വേണ്ടാന്ന് പറയും. എന്നാലും മുത്തശ്ശി വിടില്ല, അത് കൊടുക്കും. അതുമല്ല ഹീറോയിൻ സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ് സിറ്റിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് പൈസയുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും നിനക്ക് പിയാനോ വായിക്കാനും ഗിത്താർ വായിക്കാനും ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ചെയ്യാനൊക്കെ ഇഷ്ടമല്ലേ, അതിനുവേണ്ടി മോൾ ഈ പൈസ ചെലവഴിച്ചോ. മുത്തശ്ശിക്ക് ഇപ്പോൾ പൈസയുടെ ആവശ്യമൊന്നുമില്ല. മോള് പഠിച്ച് വലുതായിട്ട് മുത്തശ്ശിക്ക് ഈ പൈസ എല്ലാം തിരിച്ചു തന്നാൽ മതിയെന്ന് മുത്തശ്ശി പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരയും. പിന്നീട് ഹീറോയിൻ ആണെങ്കിൽ സിറ്റിയിൽ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവള് പലതരം ജോലി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാന്നല്ലേ, ഈ ഒരു പ്രത്യേകതരം ഡ്രസ്സ് ഉണ്ടല്ലോ, പാവക്കുട്ടിയുടെയൊക്കെ ഡ്രസ്സ് ഉള്ളത്, അതൊക്കെ ഇട്ടിട്ട് സാധനങ്ങൾ വിൽക്കാനായിട്ട് നിൽക്കും. അതുപോലെ തന്നെ അവള് റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നുണ്ട്. നല്ല തിരക്കാണ്. അവള് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഒരു കുട്ടിക്ക് അതിൽ നിന്ന് അവൾ വരുമാനം കണ്ടെത്തുന്നുണ്ട്. അവൾ അവളുടെ ഉറക്കം എല്ലാം കളഞ്ഞിട്ടാണ് ഇത്രയധികം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത്. ജീവിക്കണ്ടേ, അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, അവൾക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ആ സമയം ഒരു ടാക്സിക്കാരൻ ഹീറോയിനെ വന്ന് വിളിക്കും. വാ മോളെ, ഞാൻ നിന്നെ കൊണ്ടാക്കാം, നല്ല തണുപ്പാണ്, അതുമല്ല ബസ്സൊന്നും വരത്തില്ല എന്ന്. എന്നാൽ ഹീറോയിൻ്റെ ടാക്സിക്ക് കൊടുക്കാനുള്ള പൈസ ഇല്ല. അത്രയും പൈസ നഷ്ടമായിട്ട് പോകത്തില്ലേ, ബസ്സിൽ കുറച്ച് പൈസയല്ലേ ആവത്തുള്ളൂ, അതുകൊണ്ട് തന്നെ സാരമില്ല എന്ന് പറയും. ആ സമയം അങ്ങോട്ട് വേറൊരാൾ വന്നിട്ട് ടാക്സി വിളിച്ച് അവിടെ നിന്ന് പോകും. ഹീറോയിൻ അവിടെ നിൽക്കുമ്പോൾ ഹീറോയിന്റെ ഫോണിനകത്തോട്ട് മുത്തശ്ശി വിളിക്കും. മുത്തശ്ശി ഹീറോയിനെ വഴക്ക് പറയും. കാരണം ഓരോ മാസവും ഹീറോയിൻ നല്ലൊരു എമൗണ്ട് മുത്തശ്ശിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല, ഈ വയസ്സാം കാലത്ത് എനിക്ക് എന്തിനാ ഇത്രയും പൈസ എന്ന് ചോദിച്ച് ഹീറോയിനെ വഴക്ക് പറയും. അതല്ല ഹീറോയിന്റെ ബസ് വരാൻ സമയമായി, അതുകൊണ്ട് പിന്നെ വിളിക്കാം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ബസ് വരുന്ന സമയത്ത് ഹീറോയിൻ ബസ് കയറി അവിടെ നിന്ന് മാറിപ്പോകും. അങ്ങനെ ഹീറോയിന്റെ വിന്റർ വെക്കേഷൻ വരികയാണ്. നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് വെക്കേഷൻ ഇല്ലേ, അതുപോലെ തന്നെ. അങ്ങനെ ഹീറോയിൻ സിറ്റിയിൽ നിന്ന് ഗ്രാമത്തിൽ വന്നിട്ട് മുത്തശ്ശിയായിട്ട് പടക്കം പൊടിച്ച് ആഘോഷിക്കും. അന്ന് ഹീറോയിൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തൊക്കെ വന്നാലും ഞാൻ മുത്തശ്ശിയെ വിട്ടു പോകത്തില്ല, ഞാൻ പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ച് നല്ല പൈസയൊക്കെ സമ്പാദിക്കുമ്പോൾ മുത്തശ്ശീനെ സിറ്റിയിൽ കൊണ്ടുപോയി താമസിക്കും. ഇനിയിപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് അതിനെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുമെന്ന് ഇത് ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹീറോയിൻ ബസ്സിൽ തിരിച്ചു പോയില്ലേ, ഈ കാര്യം
കാര്യങ്ങളൊക്കെ ആലോചിക്കും. ഇപ്പം മുത്തശ്ശിക്ക് കല്യാണത്തിന് പോലും വരാൻ പറ്റത്തില്ല, അത്രയും ആരോഗ്യം മോശമാണ്. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഹീറോ ആയിട്ട് കാറിൽ പോവാണ്. ആ സമയം ഹീറോ ഒരു മോതിരം എടുത്ത് ഹീറോയിന് കൊടുക്കും, അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കും. അവൾക്ക് ചെറിയൊരു കുറ്റബോധം ഉണ്ട്, അവൾ ചെയ്യുന്നത് തെറ്റാണോ എന്നേ. ചെയ്യുന്നത് തെറ്റല്ലേ, ഒരാളെ പറ്റിക്കുകയില്ലേ ചെയ്യുന്നത്. അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവൻ അക്സെപ്റ്റ് ചെയ്യും, എന്തായാലും അക്സെപ്റ്റ് ചെയ്യും, ഇല്ലാതെയൊന്നും ഇരിക്കത്തില്ല. പക്ഷെ അവൾ ഇത്രയും കള്ളത്തരം ചെയ്തുകൊണ്ട് ഇനി അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പാടായിരിക്കും ഇനി അവളെ വിശ്വസിക്കാനായിട്ട്. ഇതെങ്ങനെ അറിഞ്ഞാൽ ആ ബന്ധം തകർന്നു പോകും ഉറപ്പാ. പിന്നീട് ഹീറോ അവന്റെ കമ്പനിയിൽ ജോലിക്ക് വരുമ്പോൾ അവിടെ തന്നെ പുതിയതായിട്ട് വന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് ഹീറോനെ നേരത്തെ അറിയാവുന്നത് പോലെ അവളെ നല്ല രീതിയിൽ അവൻ നോക്കുന്നുണ്ട്. നേരത്തെ അറിയാവുന്ന ഒരു രീതിയിൽ ആ പെൺകുട്ടി എന്തോ ഒരു ക്ലാസ് എടുക്കും ഇവർക്ക് എല്ലാവർക്കും പുതിയൊരു പ്രോജക്റ്റിനെ പറ്റി. പിന്നീട് കമ്പനിയൊക്കെ പിരിഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ പോകുന്ന സമയത്ത് ഹീറോ ആ പെൺകുട്ടീനെ കാണാനായിട്ട് ചെല്ലും. അത് വേറെ ആരുമല്ല, ഹീറോന്റെ കൂടെ പണ്ട് ഒരുമിച്ച് പഠിച്ച പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ജൂനിയറും നമ്മുടെ ഹീറോ സീനിയറും ആണ്. അതുമല്ല ഇവർ രണ്ടുപേരും ലണ്ടനിലായിരുന്നു പഠിച്ചിരുന്നത്. ആ ഒരു കണക്ഷൻ ഉണ്ട്. ഹീറോ അവളോട് ചെന്ന് സംസാരിക്കും. അവൾക്ക് ഹീറോനോട് ഒരു ക്രഷ് ഉണ്ട്, എന്നാൽ ഹീറോ മാരീഡ് ആവാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ അവനൊരു അകലം പാലിക്കുന്നുണ്ട്. അവൾ എന്തോ ഒരു ഫോട്ടോ എടുത്ത് ഹീറോനെ കാണിക്കും. അവളൊരു ഫോട്ടോയിൽ ഒരു ഡ്രസ്സ് ഇട്ട് നിൽപ്പുണ്ട്. അത് വേറെ ആരുടെ ഷർട്ടല്ല, അത് ഹീറോന്റെ ഷർട്ടാണ്, ഹീറോന്റെ ഹുഡിയാണ്. അത് ഹീറോ കൊടുത്തെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ഹീറോ പറയും അത് ഞാൻ നിനക്ക് തന്നതല്ല, നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണെന്ന്. ഇതും പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിരിക്കും. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, അവൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണെന്ന്. ഇനിയിപ്പം അവൾക്ക് അവനോട് ക്രഷ് തോന്നിയിട്ട് ഇനി ആ ഡ്രസ്സ് എങ്ങാനും അടിച്ചു മാറ്റിയതാണെങ്കിലോ അറിയില്ല. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഹീറോയിൻ അകത്തോട്ട് കയറി വരുന്നത്. അവൾ ഇതൊക്കെ കണ്ട് അവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഹീറോ അവളെ ചതിക്കുന്നതാണെന്നുള്ള ഒരു തോന്നൽ അവൾക്ക് വന്ന് കാണണം. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് 5ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവരെ ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.